ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വ്ളോഗ് ആയിട്ടാണ് കേട്ടോ. നല്ലൊരു ലഞ്ചിൻ്റെ വ്ളോഗാണ്. അവിയലും സാമ്പാറും തോരനൊക്കെ ഉള്ള ലഞ്ചാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ചിൻ്റെ വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് ഞാൻ കുറച്ച് എല്ലാത്തിനും കുറച്ചായിട്ട് എടുത്തിട്ട് ഞാൻ ഇത്രയേ ഉള്ളൂ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങക്കായ ഞാൻ മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ അതൊരു പകുതി വേവാകുമ്പോഴാണ് ഞാൻ അതിലേക്ക് മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാറുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ 3/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. മൺചട്ടി ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൾ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. ഇനി നമുക്കത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ആ ടൈം കൊണ്ട് തന്നെ നമുക്ക് പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പരിപ്പൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കി കഷ്ണങ്ങളൊക്കെ ഇതുപോലെ നുറുക്കിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ്. പിന്നെ ഇതിലേക്ക് ഞാനൊരു വലിയ തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ സാമ്പാർ കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ച് ചെയ്യുന്ന സാമ്പാറും ഉണ്ട്. ഇത് അല്ലാതെ തേങ്ങ യൂസ് ചെയ്യണേ ഇതിലേക്ക്. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് സാമ്പാർ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാറുള്ളത് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വെളുത്തുള്ളി ഒന്ന് കുത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അതും വേവിക്കാൻ വേണ്ടിക്കണം. അതിന് പിന്നെ ഒരു വിസിൽ വേറണ്ട കേട്ടോ. അതിൻ്റെ മുന്നേ തന്നെ നമുക്കത് ഓഫ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അവിയലിക്കില്ലേ അരപ്പ് റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവിലെ പച്ചമുളകാണ്. പിന്നെ 2 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ അവിയൽ നല്ലതുപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പകുതി വേവായപ്പോൾ ഞാൻ അതിലേക്ക് മുരിങ്ങക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ കൂട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ട നല്ല കട്ടിയുള്ള തൈരാണ് കേട്ടോ. പിന്നെ നല്ല കട്ടിയുള്ള തൈരും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം പാടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കരുത് കേട്ടോ. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ ഇതിനിട്ട് കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിനാ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ സാമ്പാർ നല്ലതുപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പുളി ഒഴിച്ച് പാർന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ അതിലേക്കുള്ള വറവ് റെഡിയാക്കുകയാണ്. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കടുക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2-3 ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ടിട്ട് നല്ലതുപോലെ ഈ ഓയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ആ സാമ്പാറിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാൻ പെട്ടെന്ന് തന്നെയുള്ള സാമ്പാർ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ വറുത്തരച്ചൊക്കെ വെക്കുന്ന സാമ്പാർ മക്കൾക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ഉണ്ടാക്കാറുള്ളത്. പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ നല്ലതുപോലെ ഓയിലിട്ടിട്ട് സാമ്പാർ പൊടി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് പിന്നെ നമ്മൾ സാമ്പാറിന് കുറച്ച് എടുത്ത് ഒഴിച്ച് കൊടുക്കുകയാണ്. അതൊന്ന് തിള വരുന്നതോട് കൂടി പിന്നെ നമ്മൾ ഇത് സാമ്പാർ കൂട്ടിക്ക് ഒഴിച്ച് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ കറിക്ക് നല്ലൊരു തിക്നെസ്സും കിട്ടും, നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് ഞാൻ സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടോ. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തോരനാണ്. അപ്പോൾ ഇതിന് സ്പെഷ്യൽ തോരനാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നമ്മൾ തെങ്ങിൻ്റെ മണ്ടയിലൊക്കെ ഉണ്ടാകുന്ന പൂക്കുലയാണ്. അതിൻ്റെ ഇളയതാണിത് കേട്ടോ. ഇത് നമുക്ക് കൈ കൊണ്ട് തന്നെ പൊട്ടിച്ചെടുക്കുക. ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ തോരൻ ചെയ്യുന്നത്. അപ്പോഴേക്കും ഞാനൊരു കടായി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ഞാൻ പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്.
ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ. ഞാൻ ബീഫ് നല്ലതുപോലെ ഒന്ന് ഓയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ബീഫിൽ എല്ലാതും ഇട്ടിട്ടാണ് കേട്ടോ. ബീഫ് വരട്ടിയ മാതിരി വേവിച്ചതായിരുന്നു. അപ്പോൾ പിന്നെ ഇനി ഇതിലേക്ക് കൂടുതൽ മസാലപ്പൊടികളൊന്നും ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലതുപോലെ ഓയിൽ കടന്നിട്ടൊന്ന് ഒന്നുകൂടെ റോസ്റ്റ് മാതിരി ആക്കിയെടുത്തൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് അത്യാവശ്യം എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുരുമുളക് ഇട്ടിട്ട് ബീഫ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ബ്ലാക്ക് കളറായിട്ട് കിട്ടും. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തോരനായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിൽ നല്ല ചൂടായി വന്നപ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഇട്ടിട്ടാണ് ഞാൻ തോരൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള പൂക്കുല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ തോരന്. പിന്നെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ തെങ്ങിൻ്റെ ഇതുപോലെ പൂക്കളൊക്കെ ഇളയത് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. നല്ലതുപോലെ കൊത്തി നുറുക്കിയിട്ട് ഇതുപോലെ തോരൻ വെക്കുക കേട്ടോ. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന്. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഓയിൽ കടന്നിട്ട് തന്നെ നമ്മൾ ആവിക്കാണ് കേട്ടോ അത് വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ വഴറ്റി കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. പെട്ടെന്ന് തന്നെ അത് കുക്കായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടാണ് ക്രഷ് ചെയ്തെടുത്തേക്കാണ്. അപ്പോഴേക്കും നമ്മൾ ഈ തോരനൊന്ന് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ അരപ്പിട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ തോരൻ ഒരു 3/4 ഭാഗത്തോളം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ബീഫത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഇത്തിരിയും കൂടി വെള്ളമൊക്കെ വറ്റാണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാതും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഫും തോരനും അവിയലും ഒക്കെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുവരെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.